സ്വാതന്ത്ര്യത്തിന്റെ 78ാം വാർഷികാഘോഷങ്ങൾക്ക് മുന്നോടിയായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പങ്കുവച്ച ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണിപ്പോൾ. പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് മുകളിൽ ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ സ്ഥാനത്ത് സാധാരണയായി പ്രത്യക്ഷപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം ഒഴിവാക്കി അതിനു പകരം ഹിന്ദുത്വ ആശയവാദിയായ വിനോദർ ദാമോദർ സവർക്കറുടെ ചിത്രം സ്ഥാപിച്ചതാണ് ഈ വിവാദത്തിന് കാരണം. ഇത് യാദൃശികമല്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മറിച്ച് ചിത്രം പുനരാഖ്യാനം ചെയ്യാനുള്ള സംഘപരിവാർ പദ്ധതിയുടെ ഭാഗമാണിതെന്നും അവർ പറയുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത മഹത്തായ നേതാക്കളെ മാറ്റി സ്ഥാപിച്ച് രാഷ്ട്രീയ ധാർമ്മിക ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണിതെന്നും വിമർശകർ പറയുന്നു. നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യ നേതാവും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയുമായിരുന്നു. രാജ്യത്തിന്റെ ഭരണഘടനാപരമായ അടിത്തറ സ്ഥാപിക്കുന്നതിനും മതനിരപേക്ഷ ജനാധിപത്യം, ശാസ്ത്രീയ ചിന്താഗതികൾ എന്നിവയെ ശക്തിപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകിയ നേതാവായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ BJP ഭരണകൂടം അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണിതെന്നും ചരിത്ര പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നു. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് നെഹ്റുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ പരിപാടികളിൽ അദ്ദേഹത്തെ പരാമർശിക്കാതിരിക്കുക, നിരവധി രീതികളിലാണ് ഈ ചരിത്ര വിമർശനം നടക്കുന്നത്. പോസ്റ്ററിൽ സവർക്കറുടെ ചിത്രം ഉയർത്തൽ ഇതിന്റെ പുതിയ അധ്യായത്തിന്റെ ഭാഗമാണ്. സവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്നും വിവാദ നായകനാണ്. അദ്ദേഹം 1910കളിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുവെങ്കിലും പിന്നീട് ബ്രിട്ടീഷ് സർക്കാരുമായി സഹകരിച്ചുവെന്നും നിരവധി ക്ഷമായാചനകൾ സമർപ്പിച്ചുവെന്നും രേഖകളുണ്ട്. മഹാത്മാഗാന്ധി വധക്കേസിൽ നേരിട്ട് കുറ്റക്കാരനായി തെളിയിക്കപ്പെടാതിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആശയധാരയാണ് നാഥുറാം ഗോഡ്സെ എന്ന മനസാക്ഷിയെ സ്വാധീനിച്ചതെന്ന് പല ചരിത്രകാരന്മാരും ഇപ്പോഴും വിലയിരുത്തുന്നുണ്ട്. അത്തരം ഒരു വ്യക്തിയെ ഗാന്ധിയുടെ ചിത്രത്തിന് മുകളിൽ ചിത്രീകരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്മാവിനോടുള്ള അപമാനമല്ലാതെ മറ്റൊന്നുമല്ല. ഗാന്ധി അഹിംസയുടെ പ്രതീകമായിരിക്കുമ്പോൾ സവർക്കർ ആയുധ സമരത്തിന്റെയും മതവിഭജന ആശയത്തിന്റെയും വക്താവായിരുന്നു. ഇരു ആശയധാരകളും പരസ്പര വിരുദ്ധമായിട്ടും BJP ഭരണകൂടം സവർക്കറെ ഗാന്ധിയുടെ മേൽക്കോയ്മയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. BJPയും സംഘപരിവാറും ദശാബ്ദങ്ങളായി പിന്തുടരുന്ന ഒരു തന്ത്രമാണ് ചരിത്രത്തെ അവരുടെ ഐഡിയോളജിക്ക് അനുയോജ്യമാക്കി മാറ്റുക. മുസ്ലിം ഭരണാധികാരികളെ കയ്യേറ്റക്കാരായി മാത്രം ചിത്രീകരിക്കുന്നതും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മതനിരപേക്ഷ നേതാക്കളെ പാശ്ചാത്യ സ്വാധീനമുള്ളവരാക്കി അപകീർത്തിപ്പെടുത്തുന്നതും RSSനോട് ബന്ധമുള്ളവരെ സംഭാവനകൾ മാത്രം മതേതരത്വം വലുതാക്കി കാണിക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. പെട്രോളിയം മന്ത്രാലയം പങ്കുവച്ച പോസ്റ്റർ സർക്കാർ വകുപ്പുകൾ പോലും ഇപ്പോൾ ഈ ചരിത്ര മാനിപ്പുലേഷൻ പ്രചാരണത്തിൽ സജീവ പങ്കാളിയാകുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. സർക്കാർ സ്ഥാപനങ്ങളുടെ ഭരണഘടനാപരമായ നിഷ്പക്ഷത നഷ്ടപ്പെട്ടുവെന്നതിന്റെ ആശങ്കയും ഇതോടൊപ്പം വർദ്ധിക്കുന്നുണ്ട്. വ്യക്തിപരമായ രാഷ്ട്രീയ വീക്ഷണം ചരിത്രത്തിനുമേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് തലമുറകളുടെ ബോധത്തെ തന്നെ മാറ്റിമറിക്കുന്നതിനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. പുതിയ തലമുറയ്ക്ക് ബാലഗംഗാധര തിലകും നെഹ്റുവും തുടങ്ങിയ നേതാക്കളുടെ ആത്മാർത്ഥ സംഭാവനകളെ കുറിച്ച് അറിവില്ലാതാകുമ്പോൾ അവരുടെ മനസ്സിൽ RSSന്റെ കഥകൾ മാത്രമേ ഇടം നേടുകയുള്ളൂ. ഇതുവഴി ഭരണകൂടം സ്വന്തം രാഷ്ട്രീയ ധാർമ്മിക ലക്ഷ്യങ്ങൾക്കും ഭാവിയിലേക്കുള്ള വോട്ട് ബാങ്ക് ഉറപ്പിക്കാനും അനുയോജ്യമായ ഒരു പരിഷ്കൃത ചരിത്രം രൂപപ്പെടുത്തുന്നുണ്ട്. ഇത്തരം ചരിത്ര വംശീയവൽക്കരണം ലോകത്ത് മുൻപെവിടെയും നടന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഈ രീതിയിലുള്ള വംശീയവൽക്കരണം നടക്കുന്നത്. പോസ്റ്ററിൽ സവർക്കറെ നെഹ്റുവിന് പകരം സ്ഥാപിക്കുന്ന നടപടി സാംസ്കാരിക ദേശീയതയുടെ പേരിൽ മതനിരപേക്ഷതയെ ഇല്ലാതാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്നതാണ് പല വിശകലനങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയുടെ ഭരണഘടന തന്നെ മതനിരപേക്ഷതയും ഉൾക്കൊള്ളുന്ന സംഭാവനയാണ് പുലർത്തുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ശക്തമായ സ്വാധീനം വ്യക്തമാണ്. സ്വാതന്ത്ര്യ ദിനം പോലുള്ള ദേശീയ ദിനങ്ങൾ പോലും പാർട്ടിപരമായ പ്രചരണത്തിനും ഐഡിയോളജിക്കൽ മേൽക്കോയ്മ സ്ഥാപിക്കുന്നതിനും ഉപയോഗിക്കുന്നത് വളരെയധികം അപകടകരമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിനും ചരിത്ര സത്യത്തിനും നേരെയുള്ള ആക്രമണം കൂടിയാണിതെന്നും വിമർശകർ പറയുന്നുണ്ട്. മുതിർന്ന സ്വാതന്ത്ര്യ സമര സേനാനികളും ചരിത്രകാരന്മാരും മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരം പ്രവണതകൾ രാജ്യത്തെ മതവിഭജനത്തിനും സാമൂഹിക വൈരത്തിനും വഴിതെളിയിക്കുമെന്നാണ്. ഗാന്ധിയുടെ അഹിംസാപരമായ സങ്കല്പവും നെഹ്റുവിന്റെ ജനാധിപത്യപരമായ ദർശനവും അംബേദ്കറിന്റെ സാമൂഹിക നീതി ലക്ഷ്യവും എന്നിവയാണ് ഇന്ത്യയെ വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ചേർത്ത് ജീവിക്കുന്ന രാജ്യമാക്കി വളർത്തിയത്. എന്നാൽ സവർക്കറെ പോലെയുള്ള ഏകതാധിഷ്ഠിത വിഭജന ചിന്താഗതിയുള്ള നേതാക്കളുടെ ആശയങ്ങളെ ദേശീയ മൂല്യങ്ങളായി ഉയർത്തിക്കാട്ടുന്നത് ഇന്ത്യയുടെ ഭാവി തലമുറയ്ക്ക് തന്നെ അപകടകരമാണ്. ചരിത്രത്തിന്റെ പേരിൽ നടക്കുന്ന ഈ വഞ്ചന ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നു.
പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്റർ വെറും ഒരു ചിത്രമല്ല, അത് ഭരണകൂടത്തിന്റെ മനോഭാവത്തിന്റെ പ്രതിബിംബമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ RSS ഹിന്ദുത്വ ആശയധാരകൾക്ക് അനുയോജ്യമായി തിരുത്താനുള്ള വലിയ പദ്ധതിയുടെ ഒരു നിഗൂഢത തന്നെയാണിത്. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം പ്രവണതകൾ രാജ്യത്തിന്റെ വൈവിധ്യത്തിനും മതനിരപേക്ഷ ജനാധിപത്യത്തിനും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ പൗരന്മാർക്കും ശക്തമായി എതിർക്കേണ്ട ഒരു ആവശ്യകത നിലനിൽക്കുകയാണ്. ചരിത്രം ഒരു പാർട്ടിയുടെ പ്രചരണോപകരണമായി മാറുമ്പോൾ അത് ഭാവിയെ വിഷമാക്കുന്ന ഇന്ത്യയുടെ ആയുധമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാവി തലമുറയ്ക്ക് സത്യസന്ധമായ ചരിത്രം കൈമാറേണ്ടത് ഈ ഭരണകൂടത്തിന്റെ കടമയാണ്. എന്നാൽ BJP സർക്കാർ അതിൽ പരാജയപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഈ പോസ്റ്റർ.